ഹലോ, ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയൊക്കെ ഉടച്ച് വെച്ചതായിരുന്നേ. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. എൻ്റെ ബീറ്റർ പൊട്ടിപ്പോയി. ഈ ഭാഗത്തേക്കായിട്ട് ബീറ്റർ പൊട്ടിപ്പോയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ബ്ലേഡ് ഇട്ടതിന് ശേഷം ഒരു തുണി വെച്ച് ബ്ലേഡ് തുടക്കുമ്പോൾ അറിയാതെ കൈ സ്വിച്ചിലേക്ക് തട്ടിപ്പോയിട്ട് അത് കറങ്ങി. അപ്പോൾ തുണിയും കൈയും എല്ലാമായിട്ട് കറങ്ങിയിട്ട് കൈക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല, പക്ഷേ ബ്ലേഡ് ആ ഭാഗത്തേക്കായിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ അത് പൊട്ടി വന്നിട്ടുള്ളത്. ഞാൻ അതിലേക്ക് വെച്ച് അടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിൽക്കുന്നില്ല. അതിങ്ങോട്ടേക്ക് തന്നെ ഇളകി വരുന്നുണ്ട്. പിന്നെ നാളെ കേക്കിൻ്റെ ഓർഡർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും ചെയ്ത് കൊടുത്തേ പറ്റൂ. അപ്പം ഇനി ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ബീറ്റ് ആവുമെന്ന്. എത്രത്തോളം ബീറ്റ് ആവുമെന്നറിയില്ല. നമുക്ക് കുറച്ച് അടിച്ച് നോക്കാം ഇനി എത്ര ബീറ്റ് ആവും എന്നുള്ളത്. ഒരു ബ്ലേഡ് വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. അധികം ബീറ്റായി വരുന്നില്ല. പിന്നെ ഇനിയും നമ്മൾ അടിച്ചാൽ ഉള്ളതും കൂടി താഴ്ന്നു പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലും കൂടി ആഡ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് നിർത്തലാണ്. ഇത്രയാണ് കേട്ടോ ഇത് പതഞ്ഞ് വന്നിട്ടുള്ളത്. വളരെ കുറവാണ്. നമ്മൾ 5 മുട്ടക്കൊന്ന് അടിച്ചാൽ ഇത്രയൊന്നല്ല പതഞ്ഞ് വരേണ്ടത്. ഇനി നമുക്ക് എന്തായാലും ബാറ്റർ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കൽ. കുറച്ചായിട്ട് ഇട്ടിട്ട് തന്നെ ഫോൾഡ് ചെയ്യൽ. കുറേ കാലമായി കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ഏത് കേക്കായാലും ചെയ്തെടുക്കൽ. 1.5 kg കേക്കിൻ്റെ ബാറ്ററാണ് കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലേഡ് വെച്ച് ചെയ്തതുകൊണ്ട് ഇത് എത്രത്തോളം പൊങ്ങി വരും എന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് നോക്കാമല്ലേ, ഇതൊരു ചലഞ്ചല്ലേ. പിന്നെ നമ്മൾ ഓരോ കേക്കും ഇതേപോലെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് വെക്കലുള്ളത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നൊരു രീതിയായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഓവൺ ഫ്രീ ഹീറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലേഡ് ചലഞ്ച് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് നോക്കാമല്ലേ. പേടിയേണ്ട ആവശ്യമില്ല. നമ്മൾ ബീറ്റ് ചെയ്യുമ്പം അധികം പതഞ്ഞു വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വിരിഞ്ഞു വന്ന കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.